ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഫംഗ്ഷനെ കുറിച്ചാണ്. വിൻഡോസ് ഫംഗ്ഷനെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് രണ്ട് ടേബിളുണ്ട്. ഉദാഹരണത്തിന് ഈ ടേബിളിലെ ഡീറ്റെയിൽസ് എന്തെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം കാണുന്ന ഇതിൽ വരുന്നത് എംപ്ലോയി സെയിൽസ് എന്ന് പറഞ്ഞൊരു ടേബിൾ. സെയിൽസ് എന്ന ടേബിളിൽ എംപ്ലോയി ഐ ഡി എന്നുള്ള ഒരു കോളുണ്ട്, റീജിയൻ എന്നുള്ള കോളുണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ സെയിൽസ് ഡാറ്റ ഉണ്ട്. ഈ 4 ടേബിൾ. ഇപ്പോൾ ഇനി നമുക്ക് ഈ ടോട്ടൽ സെയിൽസ് നമുക്ക് എന്ത് വേണം? ഇവിടെ റീജിയൻ എന്നുള്ളതിൽ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് നോർത്ത് റീജിയനും സൗത്ത് റീജിയനും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ നോർത്ത് റീജിയൻ്റെ മൊത്തം ടോട്ടൽ സെയിൽ ഓരോ റോയിലും ഇവിടെ വരണം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അതേപോലെ തന്നെ സൗത്ത് റീജിയൻ്റെ ടോട്ടൽ സെയിൽ സൗത്ത് എന്നുള്ള റീജിയൻ സൗത്ത് നിന്ന് വരുന്നിടത്തൊക്കെ ഒരു പുതിയൊരു കോളത്തിൽ ഓരോ റോയിലായിട്ട് ഇങ്ങനെ വരണം. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വിൻഡോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് എങ്ങനെ യൂസ് അതിൻ്റെ കോഡ് എങ്ങനെ ചെയ്താന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ആദ്യം നമ്മൾ സാധാ എഴുതുന്ന പോലെ ഇതിൽ ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ സെയിൽസ് ടേബിളിൽ സമ്മിനെ ടോട്ടൽ സമ്മ് ഓവർ ഏത് ടേബിൾ ആയിരിക്കും? റീജിയൻ എന്നുള്ള കോളം ബേസിൽ നമുക്ക് എന്താക്കണം? ഇതിൻ്റെ ടോട്ടൽ സമ്മ് കിട്ടണം. ഈ സിറ്റുവേഷനിൽ നമ്മൾ എഴുതലാണ്. ഫസ്റ്റ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ സെലക്ട് എഴുതി. പിന്നെ നമുക്ക് സെലക്റ്റിൽ നമ്മൾ സാധാരണ എന്തെല്ലാം എഴുതല്? നമുക്ക് ഏതെല്ലാം കോളം വേണം ആ കോളത്തിൻ്റെ നെയിംസ് എല്ലാം എഴുതും. ഇവിടെ ഞാൻ എഴുതിയത് എംപ്ലോയി ഐ ഡി, അതേപോലെ തന്നെ റീജിയൻ, സെയിൽസ് എമൗണ്ട്. ഇനിയാണ് നമ്മളെ വിൻഡോസ് ഫംഗ്ഷൻ വരുന്നത്. വിൻഡോസ് ഫംഗ്ഷൻ വരുന്നതിൽ സമ്മ് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതിയിട്ടുണ്ട്. സമ്മ് ഈസ് ഈക്വൽ ടു സെയിൽസ് എമൗണ്ട് ഓവർ പാർട്ടീഷൻ ബൈ റീജിയൻ ആസ് ടോട്ടൽ സെയിൽസ് ടോട്ടൽ സെയിൽസ് റീജിയൻ ഉള്ള ഒരു കോളായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഏത് ടേബിളിനാണോ നമ്മൾ ഈ വിൻഡോസ് ഫംഗ്ഷൻ എവിടുന്നാണോ ഏത് ടേബിളാണോ എടുക്കേണ്ടത് അത് ഫ്രമിൽ എഴുതാം. ഫ്രം സെയിൽസ് എന്നുള്ള ടേബിൾ നെയിം. ഓക്കെ, ഇവിടെ സെയിൽസ് എന്നുള്ള ടേബിൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് അത് റൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ഏതാണ് നമുക്കൊന്ന് നോക്കാം. ഔട്ട്പുട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ എന്തെല്ലാം വന്നതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തത് എംപ്ലോയീസ് ഐ ഡി ഇവിടെ ഉണ്ട്, റീജിയൻ ഉണ്ട്, സെയിൽസ് എമൗണ്ട്. പിന്നെ വിൻഡോസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ടോട്ടൽ സെയിൽസ് എമൗണ്ട് പെർ റീജിയൻ ബേസിലുള്ള സെയിൽസ് എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത്. അത് ഈ ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഇവിടെ നോർത്ത് റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ നോർത്ത് റീജിയനിലുള്ള സെയിൽസ് ഇവിടെ 5000, അതുപോലെ തന്നെ 7000, 9000 ഇതെല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ കിട്ടുന്നതാണ് 21000. അത് 21000 ഇവിടെ പുതിയൊരു കോളത്തിൽ വന്നു. അതേപോലെ തന്നെ ഈ നോർത്ത് എന്നുള്ളിടത്തും 21000 വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഈ നോർത്ത് എന്നുള്ളത് 21000 വന്നിട്ടുണ്ട്. ഇനി സൗത്ത് വരുമ്പോൾ ഈ 3 സൗത്തിൻ്റെ ടോട്ടൽ സമ്മ എടുത്തിട്ട് ഓരോ സൗത്ത് റോയിലും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ടോട്ടൽ സമ്മ വന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് 19000, സൗത്ത് എന്നുള്ളത് 19000. ഇത്രയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്കൊരു BigQueryയിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ BigQuery ഞാൻ ഓൾറെഡി ഇവിടെ കോഡ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈസിന് വേണ്ടിയിട്ടാണ്. കോഡൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. ഏതെല്ലാം സെലക്ട് ചെയ്തത്? യൂസർ ഐ ഡി,
യൂസർ ഐ ഡി, അതേപോലെ തന്നെ ജെൻഡർ, സിറ്റി കാറ്റഗറി, പിന്നെ വിൻഡോസ് ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്തത് സം ഓഫ് പർച്ചേസ് ഓവർ പാർട്ടീഷൻ ബൈ സിറ്റി കാറ്റഗറി. ഓക്കെ, ആസ് ഇത് എന്താ ഇത് പുതിയൊരു കോളായിട്ട് നെയിം ചെയ്യണം. പർച്ചേസ് സം നെയിം എവിടുന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്? ഫ്രം ഫാമേഴ്സ് വാൾമാർട്ട് ഡാറ്റ എന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നിട്ട് ഇതിനെ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് റൺ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് ലോഡ് ആകുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം യൂസർ ഐ ഡി ഉണ്ട്, അതേപോലെ തന്നെ ജെൻഡർ ഉണ്ട്, പിന്നെ സിറ്റി കാറ്റഗറി ഉണ്ട്, പർച്ചേസ് സമ്മും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സിറ്റി കാറ്റഗറി നമ്മൾ വിൻഡോസ് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്തത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പർച്ചേസ് എന്നുള്ള കാറ്റഗറിയാണ് വിൻഡോസ് ഫംഗ്ഷനിൽ യൂസ് ചെയ്തത്. ഓർ പാർട്ടീഷൻ ബൈ സിറ്റി. അപ്പോൾ സിറ്റി ബേസിൽ സിറ്റി എത്ര സിറ്റി ഉണ്ടോ, സിറ്റി കാറ്റഗറി. അപ്പോൾ സിറ്റി കാറ്റഗറി ബേസിൽ ഇവിടെ എ എന്നുള്ള സിറ്റി കാറ്റഗറി ഉണ്ട്, അതേപോലെ ഇതിൻ്റെ അവസാനം നമുക്ക് നോക്കിയാൽ അറിയാം ബി എന്നുള്ള സിറ്റി കാറ്റഗറി ഉണ്ട്. അപ്പോൾ എവിടെല്ലാം എ വന്നോ അവിടെ എല്ലാം എന്തുണ്ടാവും, എ വന്ന സിറ്റി കാറ്റഗറിയിലെല്ലാം അതിൻ്റെ ടോട്ടൽ സമ്മ് ഈ ഒരു എമൗണ്ട് ഉണ്ടാവും. ഉണ്ടോ, ഈ വന്നിടത്തെല്ലായിടത്തും ഏതുള്ള ആ സെയിം എമൗണ്ട് ആണ് അവിടെ വന്നത്. ഇനി ബി വരുന്നിടത്തോ, ബി വരുമ്പോൾ എമൗണ്ട് മാറി. ഇവിടെ ഉണ്ടല്ലോ ബി എന്നുള്ള സിറ്റി കാറ്റഗറി വരുന്നിടത്ത് ഈ എമൗണ്ട് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിൻഡോസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇനിയും ഒരുപാട് വിൻഡോസ് ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മൾ പുതിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ക്ലാസ് കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഈ പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം. നമസ്കാരം.